ചാലക്കുടിയിൽ വൻ തീപിടുത്തം. തിരക്കേറിയ നോർത്ത് ജംഗ്ഷനിലെ ഊക്കൻസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഊക്കൻസ് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് തീപിടുത്തമുണ്ടായത്. 5 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പ്രാഥമിക നിഗമനം. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. തിരക്കേറിയ നോർത്ത് ജംഗ്ഷനിലെ ഊക്കൻസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഊക്കൻസ് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് തീപിടുത്തമുണ്ടായത്. ഇവിടുത്തെ പെയിന്റ് കടയിലും ഇതിനോട് ചേർന്നുള്ള ഗോഡൌണിലുമാണ് തീപിടിച്ചത്. മണിക്കൂറുകളോളം ഗോഡൌൺ നിന്ന് കത്തി. തിങ്കളാഴ്ച രാവിലെ 8:30ഓടെയായിരുന്നു സംഭവം. വൻ ശബ്ദത്തോടെയാണ് തീ ആളിക്കത്തിയത്. ജീവനക്കാർ കട തുറന്നപ്പോൾ ഗോഡൌണിൽ പുക ഉയരുന്നത് കണ്ടു. ഇതിനിടെ വലിയ ശബ്ദത്തോടെ തീ ആളിപ്പടരുകയും ചെയ്തു. കറുത്ത പുക കിലോമീറ്ററോളം അകലേക്ക് ഉയർന്നു. പെയിന്റ്, തിന്നർ തുടങ്ങിയവ തീ ആളിപ്പടരാൻ കാരണമായി. ലോഡ് കണക്കിന് പെയിന്റ് ടിന്നുകളാണ് അഗ്നിക്കിരയായത്. പെയിന്റ് ടിന്നുകൾ പൊട്ടിത്തെറിക്കുന്നത് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സമായി. ചാലക്കുടി അഗ്നിശമന സേനയെത്തി തീയണയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും തീ ആളിപ്പടർന്നുകൊണ്ടിരുന്നു. തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ അഗ്നിശമന സേനകളെത്തി. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരും ചുമട്ടുതൊഴിലാളികളും ഗോഡൌണിൽ ശേഷിച്ച പെയിന്റ് ടിന്നുകൾ നീക്കം ചെയ്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഗോഡൌണിനോട് ചേർന്ന ഈ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന റെക്സിൻ, ഫർണിച്ചർ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും തീ പടരാതിരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ വിജയം കണ്ടു. ഇവിടേക്ക് തീ പടർന്നിരുന്നെങ്കിൽ പ്രദേശത്തെ മുഴുവൻ സ്ഥാപനങ്ങളും അഗ്നിക്കിരയായേനെ. ലക്ഷങ്ങളുടെ സ്റ്റോക്കാണ് അഗ്നിക്കിരയായ പെയിന്റ് കടയിലും ഗോഡൌണിലും സൂക്ഷിച്ചിരുന്നത്. കൂടുതൽ അഗ്നിശമന സേനകളെത്തി വെള്ളം പമ്പ് ചെയ്തെങ്കിലും തീ ആളിപ്പടർന്നുകൊണ്ടിരുന്നു. പെയിന്റിൽ ഉപയോഗിക്കുന്ന തിന്നർ അടക്കമുള്ളവയിലേക്ക് തീ പടർന്നതാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധിയായത്. ഒരു ഘട്ടത്തിൽ ശമനത്തിലായ തീ പെട്ടെന്ന് വീണ്ടും ആളിപ്പടർന്നത് ആശങ്ക ഉയർത്തി. ബഹുനില കെട്ടിടങ്ങൾക്കും ഉയരത്തിൽ തീ ആളിപ്പടർന്നുകൊണ്ടിരുന്നു. പെയിന്റ് ടിന്നുകൾ പൊട്ടിത്തെറിക്കുന്നത് ഗോഡൌണിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായി. മഴ മാറി കാറ്റ് വീശി തുടങ്ങിയതോടെ തീ വീണ്ടും ആളിപ്പടർന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പെയിന്റ് ടിന്നുകൾ അതിസാഹസികമായി നീക്കം ചെയ്യുകയും കൂടുതൽ അഗ്നിശമന സേനകളെത്തി വെള്ളം ശക്തിയിൽ പമ്പ് ചെയ്തതോടെ തീ അണഞ്ഞു തുടങ്ങി. 3 മണിക്കൂറോളം നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് നിയന്ത്രണ വിധേയമായത്. എന്നാൽ കറുത്ത പുക കുറേ നേരം അന്തരീക്ഷത്തിൽ ഉയർന്നു. അഗ്നിബാധയെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതവും നിരോധിച്ചു. ഉച്ചയോടെയാണ് ശാന്തമായത്. ഗോഡൌണും പെയിന്റ് കടയും പൂർണ്ണമായും അഗ്നിക്കിരയായി. 5 കോടിയുടെ നഷ്ടം വന്നതായാണ് പ്രാഥമിക നിഗമനം.